ഇറാന്റെ സൗത്ത് പാസ് മേഖലയെ ലക്ഷ്യം വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഖത്തറിനെ തൊട്ടാൽ എണ്ണപ്പാടം തീഗോളമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമാണ് ഇറാന്റെ സൗത്ത് പാഴ്സ്. ഇറാന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഈ മേഖല ലക്ഷ്യം വയ്ക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാക്കുകയാണ്. ഇറാനിലെ സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ ഇസ്രയേൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ഒറ്റക്കെട്ടായി പോരാടാതെ ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം നടത്തുകയാണ്. പശ്ചിമേഷ്യയിൽ നടന്ന സംഭവങ്ങളിലുള്ള ദേഷ്യം കാരണമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ആക്രമണം അതിഭീകരമല്ലെന്ന് കാണിക്കാൻ ആകെ വിസ്തൃതിയുടെ താരതമ്യേന ചെറിയൊരു ഭാഗത്തിന് മാത്രമാണ് ആഘാതമേറ്റതെന്നും ട്രംപ് പറയുന്നുണ്ട്. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതുവരെ കാണാത്ത അത്ര ശക്തിയോടെ അമേരിക്ക തിരിച്ചടിക്കുമെന്നാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നത്. സമാധാന ചർച്ചകൾക്ക് പകരം പ്രത്യാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയായിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഖത്തറിലെ ദ്രവീകൃത പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ഉൽപാദനം തടസ്സപ്പെടുകയും ചെയ്തു. സംഭവം ആഗോള ഊർജ്ജ വിപണിയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാൾ അസോസിയേറ്റഡ് പ്രസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക പിന്തുണ നൽകാതെ ഇസ്രയേൽ ഇറാനെ ലക്ഷ്യമിടുകയാണ്. രണ്ട് രാജ്യങ്ങൾ രണ്ട് ദിശകളിൽ നിന്നുള്ള പോരാട്ടമായി വളർന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം അതിശക്തമായേക്കും. ഖത്തറിലെ LNG കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിലും വലിയ തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഖത്തർ എനർജി അറിയിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഖത്തർ ആഗോള ഊർജ്ജ വിപണിയിൽ നിർണായക പങ്ക് വഹിക്കുന്ന രാജ്യമാണ്. പേർഷ്യൻ കടലിടുക്കിലെ സൗത്ത് പാഴ്സ് വാതകപ്പാടം ഇറാനും ഖത്തറും പങ്കിടുന്ന ഒന്നാണ്. ഈ ഘട്ടത്തിൽ സൗത്ത് പാഴ്സിനെതിരായ ആക്രമണം ട്രംപ് ഘടിപ്പിച്ചാൽ നാശം ഖത്തറിന് കൂടിയാണ്. ആക്രമണങ്ങൾക്ക് പിന്നാലെ കടുത്ത ഭീഷണികൾ ഉയർത്തുന്ന ട്രംപിന് തന്നെയായിരിക്കും കനത്ത നാശം സംഭവിക്കുക.